ഈ യാത്രകൾ പലതരമുണ്ടെങ്കിലും ഒരു സോളോ യാത്ര പോകണമെന്നുള്ള ഒരുപാട് ആൾക്കാർ ഒരു ആഗ്രഹമായിരുന്നു. ഈ സോളോ യാത്ര എന്താണ്? ഒരുപാട് ആൾക്കാർ പറയാറുണ്ടല്ലോ സോളോ യാത്രേനെ കുറിച്ച്, അത് വേറൊരു രീതിയിലാണ് നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഒരു സോളോ യാത്ര പോകാമെന്നുള്ള ആലോചിച്ചാണ് ഞാൻ ഈ ഒരു യാത്ര തിരിച്ചിറങ്ങിയത്. അപ്പോൾ എങ്ങോട്ട് പോകാൻ നോക്കുമ്പോഴാണ് ഈ ഋഷികേശ് എനിക്ക് ഒരുപാട് നാളായിട്ട് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. ഋഷികേശൊക്കെ പോയി കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഒരു 3-4 ദിവസം അവിടെ ചില്ല് ചെയ്ത് തിരിച്ചു വരാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ തിരിച്ച് യാത്ര എൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റിച്ചുകൊണ്ട് എത്തിച്ചെന്നത് ഹിമാലയത്തിൻ്റെ ഒരു ഉൾഗ്രാമം ആയ മഞ്ചഫ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ച ആ ഒരു ഗ്രാമവും ആ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് ഋഷികേശ് പോകുന്ന ഒരു UP ട്രാൻസ്പോർട്ട് ബസ്സാണ് അത്. ഏകദേശം ഒരു 3 മണിയോടുകൂടിയാണ് ഞാൻ ഡൽഹിയിൽ നിന്ന് കയറിയത്. ഏകദേശം 9 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് കറങ്ങി തിരിഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയോളമായി. ഇറങ്ങിയ ശേഷം ഞാൻ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇറങ്ങിയ സ്ഥലത്തു നിന്ന് ഈ തപോവൻ എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഞാൻ ഹോസ്റ്റൽ ബുക്ക് ചെയ്തേക്കുന്നത്. അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 7-8 കിലോമീറ്ററോളം ഉണ്ട്, 7 കിലോമീറ്ററോളം എങ്ങനെയുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ലൊക്കേഷനൊക്കെ ചോദിച്ചിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ആറ് മലയാളി എന്ന് പറയുന്നൊരു വോയിസ് കേൾക്കുന്നത്. ഞാൻ എസ് എന്ന് പറഞ്ഞ് ചാടി തിരിഞ്ഞു നോക്കി. അതാണ് ദീപക് ഭായ്, എൻ്റെ ഈ ട്രിപ്പിൻ്റെ പ്ലാനുകളെല്ലാം മാറ്റി മറിച്ച ഒരാൾ. ആളപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഓട്ടോയിൽ അങ്ങോട്ട് പോകുന്നോട്ട് സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഇവിടെ തന്നെ എവിടെയെങ്കിലും തങ്ങിയിട്ട് മോർണിംഗ് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ നോക്കുമ്പോഴും ശരിയാണ്, അങ്ങോട്ട് പോകാൻ 300 രൂപ ഓട്ടോ ചാർജ് ആകുന്നുണ്ട്. 250 രൂപയ്ക്കാണ് ആ റൂം ബുക്ക് ചെയ്തത്. അതേസമയത്ത് എനിക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് 150 രൂപയ്ക്ക് റൂം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ നേരെ ഈ ഒരു ലോഡ്ജിലോട്ടേക്ക് നടന്നു. അപ്പോൾ ഇവരുടെ ഒപ്പമാണ് നടക്കുന്നത്. അങ്ങനെ ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കമ്പനിയായി. ഈ ദീപക് ഭായും കൂടെ ഒരാൾ കൂടി ഉണ്ട്, ആളുടെ ഫ്രണ്ടാണ് വിപിൻ ഭായ്. ഇവർ രണ്ടുപേരും ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ്. ഇവർ ഷെഫാണ് ആക്ച്വലി പ്രൊഫഷണലി. അവരുടെ ജോബ് കഴിഞ്ഞിട്ട് ആളുടെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ ആവശ്യമായിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഞാൻ കേരളത്തിൽ നിന്നാന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെട്ടു. ഏകദേശം റൂമിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ്, എന്തായാലും ഡോർമെറ്ററിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, ആ പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ റൂം ഷെയർ ചെയ്ത് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ചാടി എസ് പറഞ്ഞ് അവരുടെ കൂടെ കൂടി നേരെ റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദീപക് ഭായ് ചോദിച്ചു, നിനക്ക് നാട്ടിൽ ഫ്രണ്ട്സൊന്നും ഇല്ലേ, എന്താ ഒറ്റയ്ക്ക് പോകുന്നത്, ട്രിപ്പൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലേ പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സോളോ ട്രിപ്പ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സോളോ ട്രിപ്പ് ആഗ്രഹിച്ചാണ് ഞാൻ വന്നത്. സോളോ ട്രിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്, അല്ലെങ്കിൽ ഒരു സോളോ ട്രിപ്പ് പോകുന്നതിൽ എന്താണ് ഇത്ര ആൾക്കാർ പറയുന്നതിൻ്റെ കാര്യം എന്താണ്. അപ്പോൾ തന്നെ ദീപക് ഭായിയുടെ അടുത്ത് പറഞ്ഞു, ഇതുവരെ വന്നതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുത്തു. ഞാൻ ഇത്ര ദൂരം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക്, നാട്ടിൽ നിന്ന് പോന്നിട്ടുള്ള ഈ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് എടുത്തതും, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് മറ്റൊരാളുടെ അടുത്ത് ഒരു ഉപദേശം ചോദിക്കാണ്ടോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ചോദിക്കാണ്ടോ ഞാൻ തന്നെ എൻ്റെ മൈൻഡിലിട്ടിട്ട് വർക്ക് ചെയ്ത് അതിനൊരു ഉത്തരം കണ്ടെത്തുന്നതും, അതങ്ങനെ പല തവണയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു വീക്ക്നെസ്സുകളും നമ്മുടെ ഒരു ക്വാളിറ്റീസും ഒക്കെ എന്താണെന്ന് നമുക്ക് ഒരുപാട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നപ്പോൾ ദീപക് ഭായിക്ക് എൻ്റെ അടുത്തൊരു നല്ല ഒരു മൈൻഡ് സെറ്റായി. എൻ്റെ അടുത്ത് കൊള്ളാം, നീ ഇറങ്ങിയത് എന്തായാലും നല്ലതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ദീപക് ഭായ് ചോദിച്ചു, എന്താണ് ഈ ഉത്തരാഖണ്ഡ് പോലത്തെ ഒരു സ്റ്റേറ്റ് തിരഞ്ഞെടുക്കാൻ കാരണം, വേറെ എത്ര സ്ഥലം ഉണ്ടായിട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇതേപോലെ തന്നെ മറ്റൊരു ആഗ്രഹമായിരുന്നു, സ്പിരിച്വലി ഒന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. പലതരത്തിലുള്ള രീതിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്പിരിച്വൽ ജേണി എന്താണെന്നുള്ളത് ഒരുപാട് മിസ്റ്ററി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം അത് രണ്ടും ഒരുമിച്ച് ആയിക്കോട്ടെ എന്നോർത്താണ് ഋഷികേശ് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ദീപക് ഭായ് എന്നെ എന്തോ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിതിൻ, ഈ നിനക്ക് ഒരുപാട് ലൈഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉത്തരാഖണ്ഡിനെ കാണുന്നുണ്ടെങ്കിൽ അതിന് മലമുകളിലോട്ടൊക്കെയാണ് പോട്ടത്. ഋഷികേശ് എന്ന് പറയുന്നത് താഴ്വരയാണ്, ഇവിടുന്നാണ് മലനിരകൾ തുടങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഗ്രാമീണ ജീവിതം, ഇവിടുത്തെ ആൾക്കാരുടെ ഒരു സംസ്കാരവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ മലമുകളിലോട്ടേക്ക് പോകണം. ഉത്തരാഖണ്ഡിനെ സ്പെഷ്യലാക്കുന്നത് ഈ സ്ഥലങ്ങളോ അതിൻ്റെ ഭംഗിയേക്കാളും കൂടുതൽ അവിടുത്തെ ആൾക്കാരും അവരുടെ ജീവിത രീതികളും അവരുടെ സംസ്കാരവും ആതിഥ്യമര്യാദയൊക്കെയാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഒരു സ്ഥലം എന്നുള്ള രീതിയിലല്ല, കൂടുതലും ആളുകളിലേക്കാണ് ഇറങ്ങി ചെല്ലേണ്ടത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ദീപക് ഭായ് ചോദിച്ചു, എൻ്റെ നാട്ടിലോട്ടേക്ക് പോരുന്നോ, ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ഉണ്ടാവും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് നല്ല ഗ്രാമീണ ജീവിതങ്ങളും ദ റിയൽ അഡ്വഞ്ചർ ഈസ് ഓൺ ദ മൗണ്ടൻസ്, അതാണ് പുള്ളി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം. അങ്ങോട്ടേക്ക് പോയിരുന്നു. പുള്ളിയുടെ പെങ്ങളുടെ കല്യാണമാണ് ഒരാഴ്ചക്കുള്ളിൽ. അപ്പോൾ അവിടെ ഒന്ന് താമസിച്ച് പെങ്ങളുടെ കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്ത് എൻ്റെ അടുത്ത് പോരാം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ. ഇന്ന് പരിചയപ്പെട്ട ആളാണ്, ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രമായിട്ടുള്ളൂ. ഒരാളുടെ കൂടെ ഇത്രയും അതും വേറെ സ്ഥലത്ത് വന്നിട്ട് പെട്ടെന്ന് ആളുടെ കൂടെ പോരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നുള്ള രീതി ഞാൻ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ തന്നെ തങ്ങാം,
ഭക്ഷണം സ്റ്റേയും കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും, എത്ര ആൾ വേണമെങ്കിലും താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചാടി എസ് പറഞ്ഞ് ഓക്കെ ഞാൻ വരികയാണെന്ന് പറഞ്ഞു. ദീപക് ഭായ് ശരിക്കും പറഞ്ഞ ഒരു ഷെഫാണ്. അപ്പോൾ ആള് ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് റൂംമേറ്റ് ഒരു മലയാളിയാണ്, ഒരു കണ്ണൂർകാരനായിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് ബസ്സിലിരുന്ന് മലയാളം സംസാരിക്കുന്നത് കേട്ടിട്ടാണ് പുള്ളി ഞാൻ മലയാളിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. പുള്ളി പറഞ്ഞു സുഹൃത്ത് ബന്ധം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ മലയാളികൾ ഭയങ്കര ക്രേസിയാണ്, പുള്ളിക്ക് ഒരുപാട് താല്പര്യമാണ്, മലയാളികളെക്കുറിച്ച് ഒരു സുഹൃത്ത് ബന്ധത്തിൽ ഭയങ്കര വില കൽപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞു ഭയങ്കര കാര്യമായിട്ട് എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു. അതേ കണ്ണൂരുകാരനെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു, എൻ്റെ അടുത്തും എൻജോയ് ചെയ്യ്, നല്ല പാർട്ടീസിൻ്റെ അടുത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കൂടെ കൂടുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പ്രതാപ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി പിടിക്കാൻ വേണ്ടി ഇറങ്ങി. ഉത്തരാഖണ്ഡിൽ ബസ്സുകളേക്കാൾ കൂടുതൽ ഇത്തരം ഷെയർ ടാക്സികളാണ് കൂടുതലായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ടാറ്റ സുമോകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു വണ്ടി കയറി നമ്മൾ നേരെ പ്രതാപ് നഗറിലോട്ടേക്ക് വിട്ടു. അങ്ങനെ ഏകദേശം ഒരു 2-3 മണിക്കൂർ ഓടിക്കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു റോഡരികിലുള്ള ഒരു കടയിൽ നിർത്തി ഇറങ്ങി. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദീപക് ഭായ് എന്നെ വിളിച്ചെടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയാസ് എപ്പോഴും നമ്മൾ വെച്ചിട്ടുണ്ടാവണം. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഈ ഉത്തരാഖണ്ഡ് ശരിക്കും പറഞ്ഞാൽ 2 പ്രദേശങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഗഡ്വാൾ, മറ്റൊന്ന് കുമാൻ. ഈ നമ്മുടെ നാട്ടിൽ മലബാർ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വ്യത്യാസമാണുള്ളത്. പക്ഷേ ഈ 2 ആൾക്കാരും 2 തരം ഭാഷകളും 2 തരം ജീവിത രീതികളും അവരുടെ ചടങ്ങുകളും ആചാരങ്ങളിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന ഗഡ്വാൾ ഏരിയയിലേക്കാണ്. ഗഡ്വാൾ ഏരിയയിലെ മഞ്ചഫ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. പോകുന്ന വഴിക്ക് വഴി ഇങ്ങനെ ചെറുതായി പിന്നെ ടാറിട്ട വഴികളൊക്കെ മാറി മണ്ണിട്ട വഴിയിലോട്ടൊക്കെ മാറി പിന്നെ കുറേ ദൂരം ഓഫ് റോഡിലോട്ടൊക്കെ പോയി. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ അതേപോലത്തെ വഴി കൂടെ സഞ്ചരിച്ച് നമ്മളൊടുവിൽ വട്ടവടയുടെയൊക്കെ ഒരു ഉള്ളാന്തരത്തിൽ ചെല്ലുന്ന പോലെ ഒരു സ്ഥലത്തോട്ട് എത്തി. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്തൊരു ഓഫ് റോഡ് വഴിയിലോട്ടേക്ക് കയറി. ഗ്രാമം എത്താറായി കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടിയിൽ നല്ല പാട്ടും ബഹളവും ഭയങ്കര ആഘോഷമൊക്കെ ആയി. എല്ലാവരും ഡ്രൈവർ ഉൾപ്പെടെ ഇവരുടെ കൂടെ പങ്കെടുത്ത് ഭയങ്കര പാട്ടും വണ്ടിയിൽ തന്നെ ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളോട്ടൊക്കെ പോയി. ലോകത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് തിരിച്ച് ഗ്രാമത്തിലോട്ട് വരുന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് നമുക്ക് അവരുടെ അടുത്തിരിക്കുമ്പോൾ മനസ്സിലാവും. അവർ ആ ഗ്രാമത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയാണ്. ഇപ്പോൾ പോവാണ്, നമുക്ക് ഫാമിലിനെ മീറ്റ് ചെയ്യാൻ പോവാണ്, ഇത്ര നാൾക്ക് ശേഷമാണ്, കുട്ടി നോക്കിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഇമോഷണലി അവർക്ക് ഗ്രാമത്തോട്ട് വരുന്നൊരു വലിയ കാര്യമാണ്. അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് എത്രത്തോളാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഗ്രാമത്തിലോട്ടുള്ള വഴി തുടങ്ങുന്നത്. ഇറങ്ങിത്തന്നെ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ സഹായിച്ച് അവരുടെ പുല്ലുകെട്ടൊക്കെ വണ്ടി കയറ്റി നേരെ അവരെ അവിടുന്ന് ഒരു ലിഫ്റ്റ് കൊടുത്ത് ആ വണ്ടിക്കാരൻ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നമ്മൾ നേരെ ഗ്രാമത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ ഗ്രാമത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീപക് ഭായ് അവരുടെ ഗ്രാമത്തിൻ്റെ കുറച്ച് രീതികളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇവിടെ നമ്മൾ ആരെ കണ്ടു കഴിഞ്ഞാലും ആദ്യം പറയുന്ന കാര്യം പ്രണാം എന്ന് പറയുന്നതാണ്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞാലും നമ്മൾ ജസ്റ്റ് പ്രണാം ഇങ്ങനെ ഒരു രീതിയിലാണ് ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആദ്യം പഠിപ്പിക്കുന്ന കാര്യം ഈ പ്രണാം എന്നുള്ള വാക്കായിരുന്നു തോന്നുന്നു. കാരണം ഞാൻ അവിടുത്തെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാരെ കൈ പിടിച്ചുകൊണ്ട് ബയ്യയുടെ അടുത്ത് പ്രണാം പറയൂ എന്നുള്ള കാര്യമാണ് അങ്ങനെയാണ് അവരെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ അത് അവരുടെ ഉള്ളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. അങ്ങനെ ഞങ്ങൾ നടന്നു കയറുമ്പോൾ കുറേ സ്ത്രീകൾ നടന്നു വരുന്ന കാണാം. വിറകും പുല്ലും ഒക്കെ ശേഖരിച്ച് കടന്നു പോകുന്ന സ്ത്രീകളെ കാണാം. അതായത് ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു പകൽ സമയത്തെ ഒരു പ്രധാന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് വേണ്ട വിറകുകളും പുല്ലുകളും ശേഖരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ കൃഷിയിടങ്ങളാണ് കാണുന്നത്. ഗോതമ്പ് പാടങ്ങളാണ്. ഗോതമ്പ് പാടങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് മലനിര പ്രദേശമായതുകൊണ്ട് തട്ടായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ പൂണ്ടി ആ ഏരിയയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ തട്ടായിട്ടുള്ള ഏരിയ കൂടെയാണ് അവർ കൃഷി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ തന്നെ കുറേ ഗ്രാമവാസികളെ കാണുന്നുണ്ട്. ഈ ദീപക് ഭായ് ഒക്കെ ചെല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്ന പോലെയാണ് ഇവരുടെ നാട്ടിലോട്ടേക്ക് ചെല്ലുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് സാധനങ്ങൾ, ഡ്രസ്സുകൾ, ചോക്ലേറ്റ്, മിഠായി പാക്കറ്റുകൾ, അതേപോലെ തൊപ്പികൾ, സെറ്ററുകൾ, തണുത്ത പ്രദേശമായതുകൊണ്ട് കുറേ തൊപ്പികൾ, ഇതെല്ലാം റാൻഡമായിട്ട് ഇങ്ങനെ മേടിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് അത് കയറി പോകുന്ന ആൾക്കാർക്ക് ഓരോന്നർക്കായിട്ട് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഇനി ആൾക്ക് മേടിച്ചു എന്നുള്ള രീതിയിലല്ല. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഒരു ഫാമിലി പോലെയാണ് താമസിക്കുന്നത്. അതായത് ഈ രക്തബന്ധത്തെക്കാൾ കൂടുതലായിട്ട് അവർ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരോടാണ് അവർക്ക് കൂടുതൽ ബോണ്ടുള്ളത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൻ്റെ അതിർത്തിയിലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വന്യമൃഗങ്ങളുടെ ഒരുപാട് ഭീഷണിയുള്ള സ്ഥലമാണ്. അതായത് കടുവ, കരടി, കാട്ടുപോത്ത് അങ്ങനെയുള്ള സാധനമൊക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർക്ക് ഇവരുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനും അതേപോലെ തന്നെ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനും ഒക്കെ കൂട്ടത്തോടെ നിൽക്കലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നമ്മളൊന്ന് ബാക്കിലോട്ട് ആലോചിച്ചാൽ അറിയാം, നമ്മൾ കാട്ടിൽ
പണ്ട് സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത് കൂട്ടത്തോടെ നിൽക്കുമ്പോഴാണ്. ഒരിക്കലും മനുഷ്യന് ഒരു ഒറ്റയ്ക്ക് കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവന് ഭക്ഷണം കണ്ടെത്താനും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ ഒരു കൂട്ടത്തോടെ നിൽക്കൽ അവൻ്റെ ഒരു ആവശ്യകതയാണ്. ഇത് നഗരത്തിലുള്ള ആൾക്കാർക്ക് പറഞ്ഞ് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഇത്തരം ഗ്രാമങ്ങളിൽ എത്തുമ്പോൾ കാണാൻ പറ്റുന്നത്. ഒരു ഏകദേശം ഒരു 2010 വരെ, അടുത്ത കാലത്ത് വരെ അവരുടെ അടുത്ത് എല്ലാ വീട്ടിലും റൈഫിൾ ഗണ്ണുണ്ടായിരുന്നു, വേട്ടയാടാനും അവരുടെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി. പിന്നെ പോലീസ് അത് സറണ്ടർ ചെയ്യാനൊക്കെ ഈ അടുത്ത കാലത്ത് ഒരുപാട് നിയമമൊക്കെ കൊണ്ടതിന് ശേഷമാണ് ഇവർ കൊടുത്തതെന്നാണ് പറഞ്ഞത്. എന്നാൽ കൂടെ ഇവിടെ പല വീടുകളിലും ഇപ്പോഴും ആൾക്കാരുടെ വീട്ടിൽ ഗണ്ണുണ്ട്. അവരത് വേട്ടയാടാനും അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ഒരു 6 മണി ആയപ്പോഴത്തേനും ദീപക് ഭായിയുടെ വീട്ടിലെത്തേക്ക്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി ചെന്നു. ദീപക് ഭായിയുടെ അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടികൾ, അങ്ങനെ എല്ലാവരും നമ്മളെ വന്ന് പരിചയപ്പെട്ടു. എല്ലാവരും ഭയങ്കര സ്വീകരണമായിരുന്നു. ചെന്ന് നിന്നപ്പോൾ തന്നെ അവരുടെ അമ്മ അപ്പം തന്നെ പശുവിനെ കറന്ന് പാലുണ്ടാക്കി ചായ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വളരെ ഒരു സ്വീകരണമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ഞാൻ ആരാണ് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നില്ല. ഞാൻ ഒരു ഗസ്റ്റ് വന്നു, ആ ഗസ്റ്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കേസിലാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ആ കാര്യങ്ങളിലോട്ടൊക്കെയാണ്. അല്ലാണ്ട് അവർക്ക് ആകെ ചോദിക്കാനുള്ളത് നമ്മൾ ഓക്കെ ആണോ, നമുക്ക് ഇനി എന്താണ് വേണ്ടത്, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, ഒരു ചായയും കൂടി എടുക്കട്ടെ, അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് അവിടെ ഏകദേശം ഞാൻ ചെന്ന് മണിക്കൂറുകളായിട്ടും ഞാൻ ആരാണോ എന്താണെന്നുള്ളതോ എൻ്റെ കൂടെ നിൽക്കുന്ന ദീപുഭായിയുടെ അടുത്ത് ചോദിക്കുന്നില്ല. അത് നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ, നാട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ കൂടെ ഞാൻ ഒരു ഗസ്റ്റിനെ കൊണ്ടുചെല്ലുമ്പോൾ അതാരാണെന്നുള്ളത് എൻ്റെ വീട്ടിലുള്ളവരുടെ അടുത്ത് പറയേണ്ടതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. പക്ഷേ അവർ അതൊന്നും നോക്കാണ്ട് ഒരു ഗസ്റ്റ് വന്നു അല്ലെങ്കിൽ കൂടെ വന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഒരു മര്യാദ, അല്ലെങ്കിൽ അതാരാ എന്താണെന്നൊന്നും അറിയാണ്ട് തന്നെ അവർ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്ന ഒരു ആദ്യ മര്യാദ എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും ഞെട്ടിച്ചു പോകും. നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ആൾക്കാരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ അടുത്ത് അവർ പെരുമാറുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗഡ്വാൾ ഏരിയയിലെ ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ ഗഡ്വാളി ഭാഷയാണ് ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത്. ഇവർക്ക് ഹിന്ദി മനസ്സിലാവും. നമുക്ക് തമിഴ് അറിയാവുന്ന പോലെ തന്നെ ഇവർക്ക് ഹിന്ദി മനസ്സിലാവും. പക്ഷെ അവർക്ക് എഴുതാനോ വായിക്കാനോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഗഡ്വാളിയിലാണ് അവർ നമുക്ക് റിപ്ലൈ തരുന്നത്. നമ്മൾ പറയുന്ന ഹിന്ദി അവർക്ക് മനസ്സിലാവും, പക്ഷേ അവർക്ക് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു റിമോട്ട് ഗ്രാമമാണത്. പിന്നെ അവർക്ക് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലമൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയത്തുകൂടിയില്ല. അവിടെയുള്ള ഓരോ ആൾക്കാരുടെ അടുത്തും, പ്രായമുള്ള ആൾക്കാരുടെ അടുത്തും പരിചയപ്പെടുമ്പോൾ ഞാൻ ബാംഗ്ലൂർ ഭാഗത്തു നിന്നുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കർണാടക ബംഗളൂരു ഏരിയ എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് കേരളം എന്ന് പറയുന്ന സ്ഥലമൊന്നും ഉണ്ടെന്നുള്ള ഒരു ഐഡിയ പോലും അവർക്കില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ഗോതമ്പാടത്തിൻ്റെ ടീപ്പ് നിന്നു. അപ്പോൾ തന്നെ ഏകദേശം ഒരു സൺസെറ്റ് ടൈമായിരുന്നു, ഏകദേശം സൂര്യൻ പോകുന്നൊരു ടൈം. അപ്പോൾ അവിടെ വരെ കുറച്ച് നേരം ദീപുഭായി ഇങ്ങനെ ഒരു കൈയൊക്കെ കെട്ടി നിന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ തൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ തൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണെന്ന് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് ഇത്രയും സ്നേഹിക്കപ്പെടുന്ന ആൾക്കാരും ഫാമിലിയും നാട്ടുകാരുടെയും ഒക്കെ ഇടയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിക്കുക എന്നുള്ളത് പുള്ളിനെ സംബന്ധിച്ചൊരു നിർഭാഗ്യകരമാണെന്നാണ് പറയുന്നത്. തൻ്റെ കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാം ഇതേ പ്രായമുള്ള ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുകയാണ്. അപ്പോൾ തൻ്റെ നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റുക, അവിടെ തന്നെ ഒരു ജോബ് കണ്ടെത്തി അവിടെ തന്നെ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പുള്ളി കാണുന്ന കാര്യം. ടൂറിസം ഒട്ടും എത്താത്ത ഈ ഒരു സ്ഥലം, അതായത് നമ്മൾ വരുന്ന ഹൈവേയിൽ കേദാർനാഥ് പോകുന്ന വഴിയിലോട്ടാണ് എല്ലാ ടൂറിസം സ്ഥലങ്ങളെല്ലാം വരുന്നത്. അതിൽ നിന്ന് മാറി വേറൊരു വഴിയിലാണ് ഈ ഒരു ഗ്രാമം, ഈ ഒരു പ്രദേശം മൊത്തം ഇരിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് ടൂറിസം ഒട്ടും വന്നിട്ടില്ല. ഇവിടെ ഒരു യാദൃശ്ചികമായിട്ട് വരും ടൂറിസ്റ്റുകൾ വരാറില്ല എന്ന് തന്നെ പറയാം. ഈ ഇവരുടെ പരിചയത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരും മറ്റാവശ്യത്തിനും തീർത്ഥാടനവും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട് തന്നെയാണ് ഇവിടെ വരുന്ന ആൾക്കാരും ഭൂരിപക്ഷം. അപ്പം ഇവിടെ ഒരു ടൂറിസപരമായോ അങ്ങനെ എന്തെങ്കിലും തൊഴിൽ സാധ്യതയോ എന്തെങ്കിലും കൊണ്ടുവരാന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ സന്ധ്യ മയങ്ങിയപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു. വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ദീപുഭായിയുടെ സഹോദരി ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പല ഫാമിലികളാണ് താമസിക്കുന്നത്. ഒരു കെട്ടിടത്തിനെ നമ്മൾ നോക്കുമ്പോൾ ഒരു വീടെന്ന് തോന്നുന്നിടത്ത് ഏകദേശം ഒരു 3-4 ഫാമിലി ഓളം താമസിക്കുന്നുണ്ടാവും പല മുറികളിലൊക്കെ ആയി. അപ്പം അതിലൊരു സഹോദരി ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തിരുന്നാണ് അവർ ഭക്ഷണം ഇപ്പോൾ പാകം ചെയ്യുന്നത്. ഞാൻ പോയത് സമ്മർ ടൈമിലായതുകൊണ്ട് അവർ ഉള്ളിൽ ചൂടായതുകൊണ്ട് പുറത്തിരുന്നാണ് ഭക്ഷണം പാകം ചെയ്തത്. പക്ഷേ ഞാൻ ഏകദേശം ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് 16 ഡിഗ്രിയാണ് കാണിക്കുന്നത്. ഞാൻ തണുത്ത് കുറച്ച് ജാക്കറ്റ് ഇട്ട് നിൽക്കുന്ന സമയത്താണ് ഇവർ ചൂടാന്ന് പറഞ്ഞ് ഭക്ഷണം പുറത്ത് പാകം ചെയ്യുന്നത്. ചപ്പാത്തിയും കോളിഫ്ലവറുമാണ് ഇന്നത്തെ ഭക്ഷണം. ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ദീപുഭായിയുടെ സഹോദരി എന്ന് പറഞ്ഞൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഇവിടെയുള്ള ആൾക്കാർ പൊതുവേ ഉത്തരാഖണ്ഡിലുള്ള ആൾക്കാർ എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. കുട്ടികൾക്ക്
മാക്സിമം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് അവിടെയുള്ള ആൾക്കാർക്ക് ഉള്ളത്. പിന്നെ അവിടുത്തെ അവരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവിടെയുള്ള ടീച്ചർമാരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ പല സംസ്ഥാനത്തു നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരൊരു നേർച്ച കഴിക്കുന്ന പോലെ ഒന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് എങ്ങനെയെങ്കിലും കടന്നു പോകാൻ, അല്ലെങ്കിൽ അവർക്കൊരു അത് വിദ്യാഭ്യാസം കൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അങ്ങനെ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്വാളിറ്റി വാല്യുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒട്ടും ശ്രദ്ധയില്ല. അതാണ് അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുക തന്നെ ഈ ദീപുഭായിയുടെ അമ്മ ഒന്ന് കൈ കഴുകി ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറഞ്ഞു. നമ്മൾ നേരെ കൈ കഴുകിയൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയായിട്ടിരുന്നു. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ തന്നെയാണ്. അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനത് ഹിമാലയൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ശൈലിയിൽ നിലത്തുള്ള അടുപ്പാണ്. ആ അടുപ്പിനോട് ചേർന്ന് തന്നെ ഒരു പാവിരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദീപുഭായിയുടെ അമ്മ നമ്മളെ ഭയങ്കരമായിട്ടാണ് പരിചരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വേണോ, നമുക്കൊരു ചപ്പാത്തി എക്സ്ട്രാ എടുത്തിടുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ദീപുഭായിയോട് ചോദിക്കുന്നുണ്ട് ആൾക്ക് വേറെ എന്തെങ്കിലും വേണോ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ എൻ്റെ അമ്മേനെ കുറിച്ചൊക്കെ എന്താണ് വിശേഷം, എന്തെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ദീപുഭായി വഴി എൻ്റെ അറിയാൻ വേണ്ടി അവർ ഒരുപാട് ക്യൂരിയസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഫുഡാണ്. നമ്മളെപ്പോലെ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ജസ്റ്റ് വെജിറ്റബിൾ ഒന്ന് കുക്ക് ചെയ്ത് ആ സമയത്ത് തന്നെ എന്തെങ്കിലും ഉപ്പ്, മഞ്ഞൾപ്പൊടി, പേരിന് മാത്രം മുളക്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് മസാലയൊന്നും ഇല്ലാണ്ട് വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഭക്ഷണ രീതി മൊത്തം പോകുന്നത്. അങ്ങനെ ഒരു 8 മണിയായപ്പോഴത്തേനും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകി സെറ്റായിട്ട് ഇറങ്ങി. അപ്പോഴത്തേനും പിന്നെ എല്ലാവരും ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉറക്കത്തിലോട്ട് കയറിയിരിക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങും. പുലി, കടുവ, കാട്ടുപോത്ത് അങ്ങനെ എല്ലാ സാധനവും രാത്രി ഗ്രാമത്തിൻ്റെ ഉള്ളിക്കൂടെ വരെ ഇറങ്ങുന്ന ഒരു പതിവുള്ളതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് രാത്രി ഒട്ടും സേഫല്ല പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഉറങ്ങിയിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 8:30 കഴിയുന്നതോടുകൂടി കിടക്കുകയാണ്. അങ്ങനെ ഞാൻ റൂമിലോട്ട് പോകുന്ന സമയത്ത് ദീപക് എൻ്റെ അടുത്ത് പറഞ്ഞു, ടോയ്ലറ്റിലൊക്കെ പോകാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് കിടന്നോ, രാത്രി ഇറങ്ങാൻ നിൽക്കണ്ട, ഇറങ്ങുന്ന ഒട്ടും സേഫായിട്ടുള്ള കാര്യമല്ല. ഇവിടെ രാത്രി കടുവ, കാട്ടുപോത്ത് ഒക്കെ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണ്. കരടിയൊക്കെ എപ്പോഴും ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് രാത്രി ഇറങ്ങണ്ട. അഥവാ റൂമിൽ കയറി കുറ്റിയിട്ടതിന് ശേഷം എന്തെങ്കിലും സൗണ്ട്, ഡോർ മുട്ടുന്ന പോലെ മാന്തുന്ന പോലെ സൗണ്ട് ഇട്ടാലും ഒരു കാരണവശാലും തുറക്കാൻ നിൽക്കരുത്. മിക്കവാറും കരടിയായിരിക്കും. അങ്ങനെ തുറക്കേണ്ട ഒരു ആവശ്യം എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ജനൽ തുറന്ന് പുറത്ത് നോക്കി സേഫ് ആണെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അതൊരു ആരാണെന്ന് നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രമാണ് പുറത്തിറങ്ങാറുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിത് കേട്ട അവിടെ ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. കാരണം അപ്പം തന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു മട്ടും ഭാവമൊക്കെ മാറിയായിരുന്നു. ഭയങ്കര തണുപ്പായി, ആൾക്കാരെല്ലാം ഉള്ളിൽ കയറി. അത്രയും നേരം ലൈവായിട്ടിരുന്ന ഗ്രാമം ആൾക്കാരെല്ലാം പോയി ഒഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ കയറി ഏകദേശം ഉറങ്ങുന്ന ഉറങ്ങിയെന്നുള്ള സിറ്റുവേഷനാണ് 9 മണിക്ക് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ നേരെ റൂമിലെത്തി കിടന്നുറങ്ങി ഏകദേശം ഒരു 2:30 ആയപ്പോഴത്തേനും ഉറക്കം എണീച്ചു. കാരണം നമ്മൾ നാട്ടിൽ ഇത്രയും നേരം ഒന്നും ഉറങ്ങി ശീലമില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു 2:30 ആയപ്പോൾ എണീച്ചു. നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാനും നിർവാഹമില്ല. പുറത്ത് എന്ത് അക്രമമാണ് നടക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നാട്ടിൽ നമ്മൾ എന്ത് സേഫായിട്ടാണ് കിടക്കുന്നതെന്നൊക്കെ. അങ്ങനെ ദീപഭായി രാവിലെ തന്നെ ഒരു കട്ടനായിട്ട് വന്ന് വിളിച്ചെണീപ്പിച്ചു. പോയി എല്ലാവരുടെ അടുത്തും പോയി പ്രണാമൊക്കെ പറഞ്ഞു. അവർ തമ്മിൽ പ്രണാമം പറയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാ ദിവസവും എല്ലാവരുടെ അടുത്തും പ്രണാമം പറയും. അതായത് ഇപ്പോൾ വീട്ടിലുള്ള അച്ഛനും മകനും ആണെങ്കിൽ കൂടെ എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണാമം പറയും. അതായത് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ മാത്രമല്ല ഇവർ പ്രണാമം പറയുന്നത്. ഇവരുടെ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ, ആ ഉള്ളിലുള്ള മെമ്പേഴ്സിൻ്റെ അടുത്ത് തന്നെ, ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ എല്ലാ ദിവസവും രാവിലെ എണീച്ച് വരുമ്പോൾ പ്രണാമം പറയുന്നുണ്ട്. ഇവർ റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം ഉത്തരാഖണ്ഡുകാരുടെ ഒരു കൾച്ചറലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ തൊട്ടടുത്തുള്ള കൃഷിയിടങ്ങളിലോട്ടേക്ക് പോയി. കൃഷിയിടങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും ഇവരുടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പാണ്. ഗോതമ്പും നെല്ലും, ഇത് രണ്ടും മാറി 6 മാസം നെല്ലും 6 മാസം ഗോതമ്പും, ഇങ്ങനെയാണ് അവരുടെ ഒരു കൾട്ടിവേഷൻ. പിന്നെ സവോള, കിഴങ്ങ്, വെളുത്തുള്ളി, ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഇവർ പുറത്തുനിന്ന് ഫുഡൊന്നും അങ്ങനെ മേടിക്കാറില്ല. അതായത് പച്ചക്കറി സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല. എല്ലാ സാധനവും ഓൾമോസ്റ്റ് അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതായത് സവോള, ഉള്ളി കാര്യങ്ങളെല്ലാം അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഭക്ഷണം സാധനങ്ങൾ ഒന്നും പുറത്തുനിന്ന് മേടിക്കുന്നില്ല. അവർ പുറത്തു പോയി മേടിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനും പുറമേയുള്ള സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർക്കൊരു മാസത്തെ ചിലവെന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ ഈ കൃഷിയിടങ്ങളിലോട്ടേക്ക് വന്യമൃഗങ്ങൾ കയറാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ചെടി ഇവർ ഈ ബോർഡറിൽ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു പ്രത്യേക എഫക്റ്റാണ്, ഒരു ഷോക്കടിക്കുന്ന എഫക്റ്റാണ്. ഷോക്കടിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, അത് ആ മുള്ളിൽ നമ്മുടെ കയ്യോ മേലെ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം
ഒരു വേദന ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. ഒരു മുള്ളു കുത്തുന്ന പോലെയൊന്നുമല്ല, അതിങ്ങനെ ഒരു വേദന, ഒരു സാധനം, ഒരു ചൊറിഞ്ഞ് ഒരു പ്രത്യേക ഒരു വേദന ഇങ്ങനെ നമ്മുടെ മേത്തോടെ സ്പ്രെഡ് ആകുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്കുള്ളത്. പിന്നെ ഈ ഗ്രാമത്തിലൊരു പ്രധാനപ്പെട്ട മരമുണ്ട്. ഇത് അവർക്ക് വിശ്വാസപരമായിട്ടൊക്കെ ഒരു പ്രാധാന്യമുള്ള ഒരു മരമാണ്. കാരണം ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മലമുകളിലൊരു ക്ഷേത്രമുണ്ട്, അവിടെയാണ് അവരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അവർ അവിടുന്ന് ഒരു കല്ല്, ആ കുടുംബാംഗത്തിലെ മെയിനായിട്ടുള്ള ഒരാൾ ഒരു കല്ല് എടുത്തുകൊണ്ട് വന്ന് ഈ മരത്തിൻ്റെ ചോട്ടിൽ അതുകൊണ്ടുപോയി സമർപ്പിക്കുന്ന ഒരു ആചാരമാണ്. ഇതൊക്കെ ഒരു ലോക്കൽ കസ്റ്റമാണ്, അല്ലെങ്കിൽ അവർ പ്രാദേശികമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ്. ഈ ഗ്രാമത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു മരണം ഈ ഗ്രാമത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ അത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ സങ്കടങ്ങളിലും അതിൻ്റെ ചടങ്ങുകളിലും പങ്കെടുക്കും. അതായത് അവർ ഭക്ഷണം എടുക്കലും വ്രതം എടുക്കലും, ടേസ്റ്റുള്ള ഫുഡൊന്നും ഒരുപാട് കഴിക്കില്ല. ഈവൻ സവോള പോലും ഇട്ട് ഭക്ഷണം കഴിക്കില്ല ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അത് ആ കുടുംബത്തിലുള്ളവർ മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരും അത് തൻ്റെ ഒരു ഫാമിലി മെമ്പർ പോയ പോലെ കരുതി അതേ ചടങ്ങുകളിലൊക്കെ അവരും പങ്കെടുക്കുകയാണ്. ഞാൻ പറയില്ല, ഇവിടുത്തെ നമ്മൾ വിചാരിക്കുന്നതല്ല, ഒരു ഫാമിലി എന്ന് പറയുന്നത് ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ഉള്ളിലെ ബോണ്ട് ആ ആളുകളിലെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. ഇതെല്ലാം കണ്ടു ഈ ഗ്രാമത്തിൽ കൂടെ പോകുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആപ്രിക്കോട്ട്, ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനെ പല ഫ്രൂട്ട്സ്. ഈ ഹിമാലയം വില്ലേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട്സിനൊക്കെ കലവറയാണ്. ഇല്ലാത്ത നമ്മൾ കാണാത്ത റെയർ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഓരോ പഴങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ്, കുറേ നമ്മളിതൊരു രുചിക്കാത്ത ടേസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഇടമാണ് ഇവരുടെ ഒരു കൃഷിയിടവും കാര്യങ്ങളും എല്ലാം. അവരുടെ നാച്ചുറലി അവരുടെ ഇടങ്ങളെല്ലാം ഇത്രയും സമ്പുഷ്ടമാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അതേപോലെ തന്നെ അടുക്കളയിൽ കയറിയിരുന്നു കഴിക്കാൻ. ഇന്ന് ചപ്പാത്തി, ബട്ടർ, അതേപോലെ തന്നെ സബ്ജി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിക്കാനുള്ളത്. ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം ഇന്നലെ കഴിച്ച അതേ ഭക്ഷണം തന്നെ. പക്ഷേ ഇന്നലത്തേലുപരി ഇന്ന് ബട്ടറും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയത് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ലൈറ്റ് ഫുഡാണ് കഴിക്കുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിനോട് ഒരു ബട്ടർ വന്നു കഴിഞ്ഞപ്പം ആ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പാലുൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ള ആൾക്കാർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ആരും അങ്ങനെ വീടുകളിൽ നോൺ വെജ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അവർക്ക് വേണ്ട ന്യൂട്രിയൻസും അതുപോലെ ടേസ്റ്റിന് വേണ്ടിയൊക്കെ അവർ ഈ പാലുൽപ്പന്നങ്ങൾ, പനീർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. തണുപ്പ് കാലത്ത് മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ പാലുൽപ്പന്നങ്ങളെ തന്നെയാണ് ഇവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ ഇവരുടെ ഒരു സർവൈവലിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന അതേ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും തന്നെ ഈ പശുക്കൾക്കും എരുമകൾക്കും ഒക്കെ അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പശുക്കളെ അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ശരിക്കും കണക്കാക്കുന്നത്. അവർ മനുഷ്യർക്കുള്ള പോലെ തന്നെ പൂജയും അവരുടെ ആയുസ്സിനും ഉള്ള പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും എല്ലാം ലോക്കലിയും അല്ലാണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു കസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിനൊക്കെ ശേഷം നേരെ ഇവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഇവർ എല്ലാവരും കൂടുന്ന ഒരു സ്പോട്ടിലോട്ടേക്ക് പോയി. അവിടെ കുറേ കുട്ടികൾ കല്ല് വെച്ചൊരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും അവരുടെ കൂടെ ചേർന്ന് കുറച്ച് നേരം അവരുടെ കളികളിലൊക്കെ ഏർപ്പെട്ടു. ദീപക് ഭായി കുറേ നേരം നമ്മുടെ കൂടെ കളിക്കാനൊക്കെ കൂടി. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഒരു നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത സമയം. ഇവിടെ ഈ കാണുന്നതൊക്കെ പശുക്കളുടെ തൊഴുത്താണ്. ഇവിടുത്തെ തൊഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വീടിൻ്റെ ഒരു മുറി തന്നെയാണ്. നമ്മളെപ്പോലെ നാട്ടിലെ പോലെ പുറത്തൊരു തൊഴുത്തല്ല. കാരണം തൊഴുത്ത് കെട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ കടുവ അല്ലെങ്കിൽ അതേപോലെയുള്ള വന്യമൃഗങ്ങൾ ഇതിനെ പിടിച്ച് തിന്നും. ഇപ്പോൾ ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ ഹിമാലയത്തിലുള്ള എല്ലാ തൊഴുത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ താഴെ തന്നെയുള്ള ഒരു റൂം പശുക്കൾക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള അവരുടെ വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദീപക് ഭായിയുടെ ഫാമിലിയിലുള്ള ഒരാൾ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് അറിയുന്നത്. അപ്പം ദീപക് ഭായി എങ്ങനെയാണെങ്കിലും 2 ദിവസം അതിൻ്റെ തിരക്കിലായിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പറഞ്ഞു അവരുടെ ഒരു ഗ്രൗണ്ടിലേക്ക് പോകാം. അവിടെയാണ് അവർ സ്ഥിരം കളിക്കാറുള്ളത്. പിള്ളേർ എല്ലാവരും കൂടുന്ന ഒരു വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു. പോകുന്ന വഴിക്ക് ഇതേപോലെ ഈ കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ത്രൂ ഔട്ട് ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ തട്ടി തിരിച്ചേക്കുന്ന കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. You can see that branch. This one you can only find in Uttarakhand. This one? Yes. This flower. You can eat that flower. Oh, I heard that people make chutney from this flower. Yeah, chutney and sour. It's a very good juice also. In the market, people are selling very good juice. Okay. Anyone will eat. It's a very quiet place. Right. This is one of the trees. It's called Gingara. It's same berry, black. First is coming green, then is coming red. It's berries. Same you can call it berries. Oh, it's like, same like berries. പോകുന്ന വഴിക്ക്
ഇതേപോലെ പുല്ല് ചുമക്കുന്ന ആൾക്കാരെയും അങ്ങനെയുള്ള പല ആൾക്കാരെ കണ്ട് സംസാരിച്ചാണ് പോകുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തരെയും കാണുമ്പോഴും നമ്മൾ ഇതേ പ്രണാം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അവർ അതേപോലെ തന്നെ നമുക്കും പ്രണാം പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, നമ്മൾ ഓക്കെ ആണോ, നമുക്ക് എന്തെങ്കിലും വേണോ? ആ കാര്യമാണ് ഈ ഗ്രാമത്തിലുള്ള ഓരോ ആൾക്കാരും കാണുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ കയറി. ദീപക് ഭായി അവിടെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയതാണ്. ചെന്നപാടെ സ്ഥിരം എല്ലാ വീട്ടിലും ചെല്ലുന്ന പോലെ തന്നെ അപ്പം തന്നെ ചായ തന്നു. പാലില്ലാത്തതിന് എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. കൈക്ക് വേദന ആയതുകൊണ്ടാണ് പാല് കറക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ദീപക് ഭായി ഈ വീടിൻ്റെ ഫ്രണ്ടിലെ കൃഷിയിടത്തിൽ നിന്ന് ഒരു ചെടി ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ നോക്കുമ്പോൾ സംഭവം ഒരു കഞ്ചാവ് ചെടിയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ ഇവിടെ നിൽക്കുന്നത്? ഇതൊരു ചേച്ചി മാത്രം താമസിക്കുന്ന ഒരു വീടാണ്, ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ദീപക് ഭായി പറയുന്നത്, ഇത് ഈ നാട്ടിലെ ഒരു കോമൺ സംഭവമാണ്. ഇത് വളർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പശുക്കൾക്ക് വിശപ്പില്ലാണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് വയറിന് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് ഇത് ആണ് അതിന് തിന്നാൻ കൊടുക്കുന്നത്. ഇത് തിന്നു കഴിയുമ്പോൾ പശുക്കൾക്ക് കൂടുതൽ വിശപ്പുണ്ടാകുന്ന സമയത്ത് ഇത് കൂടുതൽ പുല്ല് കഴിക്കുമ്പോൾ ഇത് കൂടുതൽ പാല്. Then you will get hungry, then you eat food, more food. We are not making like the full agriculture. We have this margin. It's just some plants. This one plant is enough. This one plant when it's coming big, too many leaves on this, too many seeds. Around 3 kg you can get from one plant. Seeds. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇവരുടെ ഗ്രൗണ്ടിലോട്ടേക്ക് പോയി. അവിടെ ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു കല്ല് വെച്ചൊരു തടയണ കെട്ടിയിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. മഴ സമയത്ത് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നേരെ വന്ന് ഇതിനകത്ത് സ്റ്റോറാക്കി നിർത്തുന്ന ഒരു രീതിയാണ് ഇവർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെയാണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നതും അവിടെയുള്ള അവരുടെ പരിപാടികൾ കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ സ്പേസ് എന്ന് പറയുന്നത് അതാണ് അവരുടെ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് കറങ്ങാൻ വേണ്ടി ദീപയുടെ കാറൊക്കെ എടുത്തിറങ്ങി. നമ്മൾ ഫുള്ള് ഓഫ് റോഡ് വഴി കൂടെയാണ് പോകുന്നത്, മണ്ണിട്ട വഴി കൂടെയാണ്. ചില ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിഫാണ് താഴത്തേക്ക്. അങ്ങനെ നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഇവരുടെ ഒരു വ്യൂ പോയിന്റിലോട്ടേക്ക് എത്തി. ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മല പ്രദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ പോയിന്റാണ്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഇവരുടെ ഒരു കടകളൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ടെത്തി. ഇവിടെയുള്ള ഈ ഗ്രാമവാസികളെല്ലാം ആശ്രയിക്കുന്ന ഒരു ജംഗ്ഷൻ, ഒരു കവല, അങ്ങനെയുള്ള സ്ഥലത്തെത്തി. അവിടെ ദീപകയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരെയൊക്കെ പരിചയപ്പെട്ടു. അവർക്കൊക്കെ ഒരുപാട് സന്തോഷം ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഹലോ, അവർ നമ്മളെ എന്തെങ്കിലും ഓക്കെ അല്ലേ, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, ഭക്ഷണം ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ നിൽക്കേണ്ട, അപ്പോൾ നമുക്ക് ചായ കുടിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ചായക്കടയിലോട്ട് വിളിച്ച് കയറ്റി നമ്മൾ അവിടെ ഇരുന്ന് ചായ പക്കോടയൊക്കെ കഴിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ദീപക് എൻ്റെ അടുത്തൊരു കാര്യം പറയണേ, നിതിൻ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഹാപ്പിയാണ്, അത് എന്തുകൊണ്ടാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറയണേ, ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും വിദ്യാഭ്യാസമില്ല, അതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ്സിന് കാരണം. പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഈ വിദ്യാഭ്യാസമാണ് ആൾക്കാർക്ക് വലിയ ഡ്രീംസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതിന് ശേഷം ആൾക്കാരെല്ലാം ആ ഡ്രീംസിന് പുറകെയുള്ള ഒരു ജീവിതമാണ്. ആ ഡ്രീംസിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിന് മുകളിലുള്ള പ്രഷറുകൾ, ഇതിൻ്റെ ഒരു ലൂപ്പിലാണ് ജീവിക്കുന്നത്. പല ആൾക്കാരും അത് അച്ചീവ് ചെയ്യാതെ സങ്കടത്തോടു കൂടിയാണ് മരിച്ചു പോകുന്നത്. ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ഭയങ്കര സിമ്പിളാണ്. അവർ അന്നത്തെ ദിവസത്തെ കൃഷി ചെയ്യേണ്ട അല്ലാത്ത കാര്യങ്ങളിലോട്ടേക്ക് തിരിയുന്നു. അതിനുശേഷം വരുന്നു, ഫാമിലിയായിട്ട് ഒത്തുകൂടുന്നു, ഫ്രണ്ട്സായിട്ട് ഒത്തുകൂടുന്നു, വർത്തമാനം പറയുന്നു, ചിരിക്കുന്നു, അവർ അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം കൈമാറുന്നു. ഒരുപാട് പങ്കുവെക്കലുകളൊക്കെ ഉള്ള ഒരു നാടാണിത്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്. അത് അവരുടെ ഹാപ്പിനെസ് ആണെങ്കിലും അവരുടെ ഫുഡ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ഷെയർ ചെയ്തിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ജീവിക്കുന്നത്. അങ്ങനെ ഈ നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ കുറേ രസകരമായ കാര്യങ്ങളൊക്കെ ദീപക് ഭായി പറഞ്ഞു. അങ്ങനെ ചായകുടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇനി എന്തായാലും 2 ദിവസത്തേക്ക് ദീപക് ഭായി ബിസി ആയിരിക്കും, മരണാനന്തര ചടങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടായിരിക്കും. അപ്പോൾ ഞാനിനി ഇവിടെ തന്നെ നിൽക്കുന്ന കാര്യമില്ല. ആ 2 ദിവസം വെറുതെ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലോട്ടെത്തി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോളസ്റ്റ് ഡാം, ഹയസ്റ്റ് ഡാം എന്ന് പറയുന്ന ടെഹ്രി ഡാമിൻ്റെ അടുത്താണെന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെ ആ ടെഹ്രി ഡാമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ എന്നിട്ട് ബാക്കി നോക്കാമെന്നുള്ള രീതിയിൽ ഞാനൊരു പ്ലാനാക്കി. അങ്ങനെ ഞാൻ ദീപകയുടെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ നാളെ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല ദീപക് ശരിക്കും പറഞ്ഞാൽ. കല്യാണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി, പെങ്ങളുടെ കല്യാണം വരുന്നുണ്ട്, അത് ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും നിർബന്ധിക്കുകയാണ്. പക്ഷേ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് 2 ദിവസം വെറുതെ കളയാനില്ലാത്തതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ടെത്തി. ഞാൻ നാളെ പോകുന്ന കാര്യമൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് വരണം എന്നുള്ളൊരു ഉറപ്പിലാണ് ഇവരെന്നെ പോകാൻ സമ്മതിക്കുന്നത്.
അങ്ങനെ ദീപക് ഭായിയുടെ അമ്മ എന്നെ വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ തന്നു, എന്നെ വീണ്ടും വീണ്ടും കഴിപ്പിച്ചു. അതിനിടയ്ക്ക് ദീപക് ഭായിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ അവരുടെ നമുക്കെന്തെങ്കിലും കുറവുണ്ടായോ, നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അവർ അതിലൊക്കെയാണ് ഒരുപാട് കൺസേൺ ആണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഒരു ഷെയർ ടാക്സി പോകുന്നുണ്ട്. അപ്പോൾ അതിന് കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് നേരത്തെ ആക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കിടക്കാൻ കൊണ്ടാക്കി. എന്നിട്ട് രാവിലെ ഒരു 5 മണിയോടുകൂടി തന്നെ ദീപക് ഭായി എന്നെ ഒന്ന് വിളിച്ചു. നേരെ വന്നെല്ലാം റെഡിയായി, നേരെ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞു. അച്ഛനൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ഒരുപാട് വർത്താനം പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ ഈ പറയുന്ന കവലയിലോട്ട്, ഇവരുടെ ഒരു ഈ ഗ്രാമീണരുടെ ഒരു എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്തോട്ടേക്ക് ചെന്നു. അവിടെ ഒരു ഷെയർ ടാക്സി ഇതുപോലെ പോകാൻ പാകത്തിന് റെഡിയാക്കി ഉണ്ട്. ആദ്യത്തെ വണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോയി. ഈ വണ്ടി കയറി കഴിഞ്ഞപ്പോഴും എല്ലാവരും നമ്മുടെ അടുത്ത് പ്രണാമം പറയുന്നുണ്ട്. ദീപകയുടെ അടുത്ത് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് വണ്ടി എടുത്ത് നമ്മൾ മൂവ് ചെയ്തു. വണ്ടി കയറിയപ്പോഴും വണ്ടിയിലുള്ള ആൾക്കാരും എല്ലാം എൻ്റെ അടുത്ത് പ്രണാമം പറയുന്നുണ്ട്. ഈ ഒരു 2 ദിവസത്തിനിടയ്ക്ക് ഞാൻ എത്ര തവണ പ്രണാമം പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കയ്യും കണക്കും ഇല്ലാണ്ടായി. ആദ്യമൊക്കെ ഈ ഫോറിനേഴ്സ് നമസ്തേ പറയുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇവരുടെ ട്രഡീഷനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഉള്ളൊരു ചേഞ്ച് വരുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്നലെ കണ്ട ആളെ തന്നെ വീണ്ടും പ്രണാമം പറയുന്നു. അതായത് നമ്മൾ വീണ്ടും അവർക്കൊരു റെസ്പെക്റ്റും വാല്യൂ ഒക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്കത് തിരിച്ചും കിട്ടുകയാണ്. പിന്നെ ആകുമ്പോൾ ഒരാളെ കാണുമ്പം അവർ പറയുന്നതിന് മുന്നേ ആദ്യം പ്രണാമം പറയാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ഇടവഴിക്കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്കൂടെ പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പ്രണാമം പറഞ്ഞില്ലെങ്കിൽ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അതിനെ അഡാപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ദിവസം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലൊരു ഈഗോയൊക്കെ ബ്രേക്കായി പോകുന്നത് നമുക്ക് തോന്നും. നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും നമ്മൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതും കൂടി ആകുമ്പോൾ നമ്മുടെ ഉള്ളൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പോലെ നമുക്ക് തോന്നും. ശരിക്കും മറ്റൊരു വ്യക്തിയാൽ നമ്മൾ വാല്യൂ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ ലൈഫിൽ വേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്ന. വലിയൊരു പൊസിഷനിലോട്ട് എത്താനോ വലിയൊരു ഉദ്യോഗത്തിലോട്ടെത്താനൊക്കെ ഈ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയാണ് എല്ലാ ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രാമങ്ങളിൽ വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ അങ്ങനെ ഒരു രീതിയിലൊന്നും ജഡ്ജ് ചെയ്യാണ്ട് എല്ലാവർക്കും ഈ കൊടുക്കേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ശരിക്കും ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കുള്ള ഒരു യാത്രാനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതായത് യാത്ര നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവിതത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, നമ്മളിലൊരു ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ്. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങൾ. അങ്ങനെ ഒരുപിടി പുതിയ അനുഭവങ്ങളുമായി ഞാൻ മൻസഫ് ഗ്രാമത്തോട് വിട പറഞ്ഞു.